എവിടെയെങ്കിലും ട്രിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ചെടി മാത്രം നോക്കി നടക്കുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ. അതാണ് എൻ്റെ അമ്മായി. അമ്മായിക്ക് വേറെ ഒന്നും വേണ്ട, കുറച്ച് ചെടി കിട്ടിയ അമ്മായി ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ വട്ടവടയിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ കാര്യമാണ് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ അന്ന് സ്റ്റേക്ക് അടിച്ച് പിറ്റേന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ പോയി ഗീ റോസ്റ്റ് ആയിരുന്നു കഴിച്ച്. ആ ഗീ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വട്ടവട ടൗണിൽ നിന്നായിരുന്നു അത് കഴിച്ചത്. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ട്രെക്കിങ്ങിന് പോകാമെന്നുള്ളൊരു പ്ലാൻ ഞങ്ങളുടെ മൈൻഡിലോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ അവരാദ്യം കൊണ്ടുപോയത് സ്ട്രോബെറി തോട്ടത്തിലേക്കായിരുന്നു. വട്ടവടയിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പ്ലേസ് ആണല്ലോ ഈ സ്ട്രോബെറി തോട്ടം എന്ന് പറയുന്നത്. അവിടെ ഫുള്ള് സ്ട്രോബെറി കൃഷിയല്ലേ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറേ നേരം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായി. കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ടോപ്പ് വ്യൂ കാണാനായിട്ടാണ്. മല കയറി അവിടെ എത്തി ഞങ്ങൾ. അങ്ങനെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോഴാണെങ്കിൽ തമിഴ്നാട് കാണുന്നതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പൊടിയാൻ തുടങ്ങി. ആ മഴ പൊടിഞ്ഞതും ആ ഒരു പ്ലേസിൽ ഫുള്ള് കോടമഞ്ഞ കൊണ്ട് നിറഞ്ഞു. അതും ഒരു പ്രത്യേക വ്യൂ ആയിരുന്നു. ആ ടൈമിൽ മഴ പെയ്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ലക്കി ആയിപ്പോയി. കാരണം ഞങ്ങൾക്ക് ആ ഒരു വ്യൂ കൂടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടായിരുന്നു പോയത്. പക്ഷെ അവിടെ വെച്ചിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയതും വീണ്ടും നല്ല മഴയെന്ന് വെച്ചാൽ അമ്മാതിരി മഴയായിരുന്നു. മഴ പെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഞാനും അനിയത്തിയാണെങ്കിൽ വൈറ്റ് ബാഗൊക്കെ ഇട്ടിട്ടായിരുന്നു പോയത്. അവിടുന്ന് നേരെ തിരിച്ച് ജീപ്പിലോട്ട് വന്ന ടൈമിലാണെങ്കിൽ വൈറ്റ് ബാഗി ബ്രൗൺ കളറായ അവസ്ഥയായിരുന്നു. നല്ല ഷോക്കായിരുന്നു. പക്ഷെ ഇതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ. നനഞ്ഞ് ചെയ്യുന്നെങ്കിലും ഞങ്ങൾ വീണ്ടും അവിടുന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. നേരെ ഞങ്ങൾ ട്രാവലറിന് അങ്ങോട്ട് പോയി. അപ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വന്നിട്ട് അവിടുന്ന് മൂന്നാറിൽ പോയി. മൂന്നാറിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് വീണ്ടും കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയായിരുന്നു.